പെറ്റ് സ്റ്റോക്ക് ബൈ ഡോക്ടർ ബീനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ ഒരിക്കലും വിട്ടുപോകരുത് എന്നുള്ളതാണ്. അത് തികച്ചും അപ്രായോഗികമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും അവർ കുറച്ചുനാൾ കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ നായ കുറച്ചുനാൾ കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. നിങ്ങളുടെ നായയുടെ ആയുസ് നീട്ടുന്നതിനുള്ള സൂപ്പർ ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആ ടിപ്സ് നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ടിപ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ നായയുടെ ആയുസിൻ്റെ ദൈർഘ്യം അറിയണ്ടേ? അത് എന്തൊക്കെയാണ്? സാധാരണ ഒരു നായ അതിൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 10 മുതൽ 13 വർഷങ്ങളാണ്. ഇത് തന്നെ അതിൻ്റെ ബ്രീഡിനെ അനുസരിച്ച്, അതായത് അതിൻ്റെ ശരീര വലിപ്പമുള്ള അല്ലെങ്കിൽ ശരീര വലിപ്പത്തിലുള്ള വ്യത്യാസം അനുസരിച്ച് ബ്രീഡുകളിൽ ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കും. സ്മോൾ ബ്രീഡ്സ് അല്ലെങ്കിൽ ചെറിയ ബ്രീഡ്സ്, ചെറിയ ശരീരഭാരമുള്ള പൂടിൽ പോലെയുള്ള ബ്രീഡ്സിൽ ഇത് ഏതാണ്ട് 10 മുതൽ 16 വയസ്സ് വരെ 16 വർഷം ഇതിന് ആയുസ്സുണ്ടാവും, സ്മോൾ ബ്രീഡ്സിനെ സംബന്ധിച്ച്. ഇനി മീഡിയം സൈസ്, അതായത് നമ്മുടെ ബീഗിൾ പോലുള്ള ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ 11 മുതൽ 12 വയസ്സ് വരെ ഇവർക്ക് ആയുസ്സുണ്ടായിരിക്കും. ഇനി മീഡിയം സൈസ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ മുതിർന്ന നായ്ക്കൾ അല്ലെങ്കിൽ ഹെവി ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏതാണ്ട് 10 മുതൽ 12 വയസ്സ് വരെ ആയുസ്സുണ്ടായിരിക്കും. ഇനി ജയൻറ്റ് സൈസ് ബ്രീഡ്സ്, നമ്മുടെ ഗ്രേറ്റ് ഡെയിൻ പോലെയുള്ള ബ്രീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൺലി 7 to 10 ഇയേഴ്സ് ആണ് അവരുടെ ഒരു ആയുസ്സിൻ്റെ ദൈർഘ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ദൈർഘ്യമുള്ള നമ്മുടെ പെറ്റ്സ് എങ്ങനെ നമുക്ക് അവരുടെ ആയുസ് കുറച്ചുകൂടി കൂട്ടി നമ്മളോടൊപ്പം സുഖകരമായി സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയും എന്നുള്ളതിനുള്ള ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് റെഗുലറായിട്ടുള്ള ഹെൽത്ത് വിസിറ്റ് അല്ലെങ്കിൽ ഒരു വെറ്റിനറി വിസിറ്റാണ്. കഴിയുന്നതും കുറഞ്ഞത് വർഷത്തിൽ 2 തവണ നമ്മൾ ഇത്തരത്തിലുള്ള ഹെൽത്ത് വിസിറ്റുകൾ ആനിമൽ അല്ലെങ്കിൽ നമ്മുടെ പെറ്റിന് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം. പലപ്പോഴും ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സുണ്ടെങ്കിൽ ഏത് കാര്യവും സാധിക്കും. നമ്മുടെ നായയെ കൊണ്ട് കാണിക്കുക, ഒരു ചെക്കപ്പിന് വിധേയമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ മിനിമം 2 ഹെൽത്ത് ചെക്കപ്പെങ്കിലും നമ്മുടെ നായകൾക്ക് നാം കൊടുക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ചെക്കപ്പിലൂടെ നമുക്ക് നായകൾക്കുണ്ടാകുന്ന പല രോഗങ്ങളും ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടെത്തുകയും മറ്റ് ചികിത്സാ വിധികളുമായി നമുക്ക് മുന്നോട്ട് പോവുകയും നമുക്ക് നമ്മുടെ നായയെ കൂടുതൽ നാൾ നമ്മോടൊപ്പം കൂട്ടി ജീവിക്കുവാനും നമുക്ക് കഴിയുന്നതാണ്. അടുത്തതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നായയുടെ ആഹാര രീതിയാണ്. ഒരു ഗുഡ് ഫുഡ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പോഷക സമ്പുഷ്ടമായ ആഹാരം ഒരു നീണ്ട ജീവിത ദൈർഘ്യത്തിന് ഈക്വലാണ് അല്ലെങ്കിൽ സമമാണ്. പോഷക സന്തുഷ്ടമായ ആഹാരം, അതായത് നായയ്ക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, കലോറീസ് എല്ലാം സപ്ലൈ ചെയ്യുന്ന കംപ്ലീറ്റ് ഫുഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മുടെ നായയ്ക്ക് നാം കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഫുഡ് നമ്മുടെ നായയുടെ ലോഞ്ചിവിറ്റി കൂട്ടും, അതായത് ആയുസ് ദൈർഘ്യം കൂട്ടുന്ന ഒരു രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം നാം നമ്മുടെ നായയ്ക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ കൂട്ടത്തിൽ പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഓവർ ഫീഡിങ് പാടില്ല. കാര്യം ഓവർ ഫീഡിങ് അല്ലെങ്കിൽ അമിതമായി ഫുഡ് കൊടുത്താൽ അത് നമ്മുടെ നായയ്ക്ക് അമിതവണ്ണത്തിന് കാരണമാകും. അമിതവണ്ണം പലപ്പോഴും പല രോഗങ്ങൾക്കും ഒരു പക്ഷേ മുൻകൂട്ടിയുള്ള മരണത്തിന് പോലും കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷ്യസ് ആയിരിക്കണം ഫുഡ്, പക്ഷേ ഓവർ ഫീഡിങ് ഒരു കാരണവശാലും നാം അനുവദിച്ചുകൂടാ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് സുഖകരമായ ഒരു പാർപ്പിടം, അതായത് അതിന് വസിക്കുവാനുള്ള പാർപ്പിടം മോസ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കണം. നല്ല സുഖകരമായ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ അതിന് സുഖം പകരുന്ന രീതിയിലുള്ള ഉത്തേജനം നൽകുന്ന ഒരു ഹൗസിംഗ് ആയിരിക്കണം നമ്മുടെ നായയ്ക്ക് വേണ്ടത്.
അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് ഇതിന് വേണ്ട എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം നാം കൊടുക്കേണ്ടതാണ്. റെഗുലറായിട്ട് നല്ല പോലെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നായ്ക്കൾക്ക് ഒരു 60 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ 1.5 മണിക്കൂർ വരെ നല്ല നടത്തം, ഓട്ടം, ചില ഗെയിംസുകൾ ഇതെല്ലാം നമ്മുടെ നായ്ക്ക് കൊടുക്കുമ്പോൾ അവയ്ക്ക് ശാരീരികമായും ഒപ്പം മാനസികമായും ഉത്തേജനം ലഭിക്കുന്നു. മാനസിക ആരോഗ്യം തീർച്ചയായിട്ടും അതിൻ്റെ ജനറലായിട്ടുള്ള ആരോഗ്യമായും അതുപോലെ തന്നെ ആയുസ്സുമായും നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തതായി നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതിന് വേണ്ട കെയർ ആൻഡ് അറ്റൻഷൻ. നമ്മൾ നമ്മുടെ നായയോട് സ്നേഹമായി പെരുമാറുക, അതിന് വേണ്ട എല്ലാ ശ്രദ്ധയും പരിചരണവും പരിഗണനയും നാം കൊടുക്കുക. അവരെ ഉത്തേജിപ്പിക്കാനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമുക്ക് നായയോടൊപ്പം പങ്കിടാം. നായയോടൊപ്പം കളിക്കുക, നായയെ തലോടുക, നായയോടൊപ്പം സമയം കൂടുതൽ ചെലവഴിക്കുക, നടത്തയ്ക്ക് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ അവകൾക്ക് മാനസിക ഉത്തേജനം നൽകുന്നതാണ്. മാത്രമല്ല അവയുടെ ബോറടി ഒഴിവാക്കുന്നതിന് നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നാം പലപ്പോഴും വീടുകളിൽ ഒറ്റയ്ക്കാക്കി പുറത്തേക്ക് പോകാറുണ്ട്. അവകളുടെ ബോറടി ഒഴിവാക്കുന്നതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഗെയിംസുകൾ അല്ലെ പസിൽ ടോയ്സ് തുടങ്ങിയവ നമുക്ക് അവർക്ക് കൊടുക്കുന്നത് വഴി അവർക്ക് കൂടുതൽ എനർജി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരവധി നമ്മുടെ സമീപനത്തിലുള്ള മാറ്റങ്ങളിലൂടെ നമ്മുടെ നായയ്ക്ക് കൂടുതൽ ആയുസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. പിന്നീട് നമ്മുടെ നായയുടെ റെഗുലർ ബ്രഷിങ്, ശരീരത്തിന് നമ്മൾ ഗ്രൂമിങ് അല്ല ബ്രഷിങ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചെവികളുടെ പരിശോധന, കണ്ണുകളുടെ പരിശോധന, നെയിൽ ട്രിമ്മിങ് ഇതെല്ലാം നമ്മുടെ നായയ്ക്ക് നമ്മൾ കാലാകാലം ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നായയുടെ ആയുസ് കൂട്ടിയെടുക്കുവാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മളുടെ പെറ്റ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡോഗ്സിൻ്റെ ദന്ത പരിശോധനയാണ്. ഒരു പക്ഷേ നാം അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് നായ്ക്കളുടെ ദന്ത പരിശോധന. നായ്ക്കൾ കടിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിനകത്ത് നാം ഒരു അലംഭാവം കാണിക്കുന്നത്. അതിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. കാരണം ഇത്തരത്തിലുള്ള പീരിയോഡിക്കായിട്ടുള്ള ദന്ത പരിശോധനയും അതുപോലെ തന്നെ ഡെൻ്റൽ ച്യൂസ്, മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന പേസ്റ്റുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണവും വളരെ പ്രധാനമാണ്. പല്ലുകളുടെ ആരോഗ്യം യഥാവിധി സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പല രോഗങ്ങളെയും, കിഡ്നി ഫെയിലിയർ അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും കാരണമാകും. ഒരുപക്ഷെ നമ്മുടെ നായയുടെ മരണത്തിന് തന്നെ കാരണമാകാറുണ്ട്. അപ്പോൾ മാനസികമായ ഉത്തേജനം, നല്ല ഒരു വീടും അല്ലെങ്കിൽ കൂടും പരിസരവും, ആരോഗ്യ പരിശോധനകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, സ്കിൻ സ്ക്രേപ്പിംഗ്സ് അല്ലെങ്കിൽ ചർമ്മ പരിശോധന, ഗ്രൂമിങ്, ഇങ്ങനെ എല്ലാ മാനസികമായും ശാരീരികമായും ഉത്തേജനവും സന്തോഷവും നൽകുന്ന എല്ലാ പരിപാലന മുറകളിലൂടെയും നമ്മുടെ നായയുടെ ആയുസ് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിഷയത്തിലോ മറ്റ് പെറ്റ്സിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലോ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.